താമരശ്ശേരി ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോഴിക്കോട് ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, പ്രേക്ഷകർ കണ്ടതാണ്. കോഴിക്കോട് സെഷൻസ് കോടതി കുറ്റാരോപിതരായ 6 കുട്ടികളുടെ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഷഹബാസിന്റെ കുടുംബം തടസ്സവാദം ഉന്നയിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ദാരുണമായ സംഭവമാണ് താമരശ്ശേരിയിൽ സംഭവിച്ച ആ ഒരു കൊലപാതകം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഇപ്പോഴിതാ ഒരു കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കോഴിക്കോട് ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടികൾ രക്ഷിതാക്കൾ മുഖേന കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന്മേൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് സെഷൻസ് കോടതി കുറ്റാരോപിതരായ 6 കുട്ടികളുടെ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷയിൽ തടസ്സവാദം ഉന്നയിക്കാൻ ഷഹബാസിന്റെ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ, അഭിഭാഷകരായ ആരിഫ് KP, കോടോത്ത് ശ്രീധരൻ, അബ്ദുൾ ജലീൽ UK എന്നിവർ മുഖേന ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാവും. ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട് തന്നെ എത്താനും സാധ്യതയുണ്ട്. ഈ സംഭവത്തിൽ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബം ആവശ്യപ്പെടുന്നത് പുറത്തു നിന്നുള്ള ആളുകൾക്കും ഇടപെടലുണ്ട്, അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. കോടതി വിവരങ്ങൾ തത്സമയം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.